അപ്പോൾ ഇനി നമ്മൾ മിഡ് ഡേ മീൽ സ്കീമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വൺ ഓഫ് ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഇൻക്ലൂഡ്സ് ദ മിഡ് ഡേ മീൽ സ്കീം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് തന്നെയായിരുന്നു. ഇനീക്വാലിറ്റീനെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് എടുത്ത ഒരു സ്റ്റെപ്പാണ് മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. ഉച്ചയൂണ് പദ്ധതി എന്നൊക്കെ മലയാളത്തിൽ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ CBSE പഠിക്കുന്ന പിള്ളേരാ ടീച്ചർ, ഞങ്ങൾക്ക് ഈ ഉച്ചയൂണ് പദ്ധതി ഒന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് മിഡ് ഡേ മീൽ സ്കീം മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? അങ്ങനെ ആയിരിക്കും. This refers to the program introduced in all government elementary schools to provide children with cooked lunch. അപ്പോൾ ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുക, ലഞ്ച് കൊടുക്കുക. അതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു പദ്ധതിയാണ്. Tamil Nadu was the first state in India to introduce this scheme, and in 2001 the Supreme Court asked all state governments to begin this program in their schools within 6 months. ആദ്യമായിട്ട് ഈ മിഡ് ഡേ മീൽ സ്കീം കൊണ്ടുവന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ ഈ പദ്ധതിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ കുറേ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കിന് സുപ്രീം കോടതി പിന്നീട് 2001 എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്തും ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ സ്കൂളിൽ ഈ ഒരു പദ്ധതി കൊണ്ടുവരിക, മിഡ് ഡേ മീൽ സ്കീം എന്ന് അതിന് പേര് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ സ്കൂളുകളിലും, അതായത് എല്ലാ ഗവൺമെൻറ് സ്കൂളിലും ഈ ഒരു പദ്ധതി കൊണ്ടുവരണം. അതായിരുന്നു സുപ്രീം കോടതിയുടെ ഓർഡർ. This program has had many positive effects. These include the fact that more poor children has begun enrolling and regularly attending school. അപ്പോൾ ഈ ഒരു പദ്ധതി കാരണം ഒരുപാട് പോസിറ്റീവ് എഫക്ട്സ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കാണാനായിട്ട് സാധിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കുട്ടികൾ, അതായത് ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാൻ ഗതിയില്ലാത്ത കുട്ടികൾക്ക് സ്കൂള് അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഫുഡ് കിട്ടും, അപ്പോൾ അവർക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ ഈ സ്കൂളുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. Teachers reported that earlier children would often go home for lunch and then not return to school, but now with the midday meal being provided in school, their attendance has improved. അപ്പോൾ ടീച്ചേഴ്സ് പറയുകയാണ്, നേരത്തെ ഉച്ചയ്ക്ക് അല്ലേ ഒന്ന് പുറത്തേക്ക് വിടാൻ നോക്കിയിരിക്കുന്ന ആൾക്കാർ അല്ലേ, അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് പോകും, പിന്നെ തിരിച്ചാരും വരാറില്ല. അങ്ങനെ അവരുടെ അറ്റൻഡൻസ് ഷോർട്ടേജ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പദ്ധതി വന്നതോട് കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആരും പോകാറില്ല, അവിടെ തന്നെ ഫുഡ് കഴിക്കുന്നു, പിന്നെ ക്ലാസ്സസൊക്കെ അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. Their mothers who earlier had to interrupt their work to feed their children at home during the day now no longer need to do so. ഇപ്പോൾ അവരുടെ അമ്മമാരുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ അവർ ഇടയ്ക്ക് വർക്കിൽ നിന്ന് വരേണ്ടി വരും. ഉച്ചയ്ക്ക് പിള്ളേർ വരുമ്പോഴത്തേക്കിനും ഫുഡ് കൊടുക്കാൻ വേണ്ടി, ഫുഡ് ഉണ്ടാക്കി അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വെച്ച് ജോലിക്കിടയിൽ നിന്നൊക്കെ വരണമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഫുഡ് കിട്ടുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. അതായത് അമ്മമാർ ഇത് ഇൻട്രപ്റ്റഡ് ആവുന്നില്ല, അവർക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. This program has also helped reduce caste prejudices because children of all castes in school eat this meal together. അപ്പം ഈ പദ്ധതിയുടെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് പ്രെജുഡൈസസ് മാറ്റി വെക്കാനായിട്ട് സാധിച്ചു. അതായത് ഈ ഒരേ ജാതിയിൽപ്പെട്ട ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ ഹയർ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുക, താഴ്ന്ന ജാതിക്കാർ വേറെ രീതിയിൽ അല്ലെ വേറെ ഇടത്തിരുന്ന് ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതി വന്നപ്പോഴത്തേക്കിന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരേപോലെയാണ് അല്ലേ, ഇന്ന കാസ്റ്റെന്നോ ഇന്ന റിലീജിയനോ ഒന്നും പറഞ്ഞ ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാവരും ഈക്വലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് കാരണം ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കാസ്റ്റ് പ്രിജുഡൈസാണ് മാറ്റി വെച്ചത്. അതേപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ദലിത് വുമൻ ആയിരുന്നു ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് എംപ്ലോയ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ആ ഡിഫറൻസും മാറിക്കിട്ടി. അല്ലെങ്കിൽ ദലിത്സ് യൂസ് ചെയ്യുന്ന സെയിം വെല്ലിൽ നിന്ന് പോലും വെള്ളം കുടിക്കാണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോഴാണ് ദലിത് വുമന് ഫുഡ് കുക്ക് ചെയ്യുന്നത്, അത് കുട്ടികൾ കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറേ ഇനീക്വാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറി മാറി വന്നു. The midday meal program also helps reduce the hunger of poor students who often come to school and cannot concentrate because their stomachs are empty. അതേപോലെ തന്നെ മിഡ് ഡേ മീൽ സ്കീം കാരണം മിക്കവാറും റെഗുലറായിട്ട് സ്കൂളിലൊന്നും വരാൻ പറ്റാണ്ടിരുന്ന കുട്ടികൾക്ക് വരാനായിട്ട് സാധിച്ചു. അതേപോലെ എംറ്റി ആയിട്ടുള്ള സ്റ്റൊമക്കൊക്കെ ആയിട്ട്
എങ്ങനെ അവശരായിട്ടിരുന്ന് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആ അവശതയൊക്കെ മാറ്റിവെച്ച് അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ പോസിറ്റീവ് എഫക്ട്സ് ആണ് ഈ ഒരു മിഡ് ഡേ മീൽ സ്കീം കാരണം ഉള്ളത്. അപ്പോൾ മിഡ് ഡേ മീൽ സ്കീം എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. While government programs play an important role in increasing the equality of opportunity, there is much that still needs to be done. അപ്പോൾ ഗവൺമെൻറ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിലേക്ക് വരാനുണ്ട്. While the midday meal program has helped to increase the enrollment and attendance of poor children in school, there continues to be big difference in our country between schools that the rich attend and those that the poor attend. അപ്പോൾ ഈ ഒരു മിഡ് ഡേ മീൽ സ്കീം കാരണം ഒരുപാട് കുട്ടികൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അത് കാരണം അവരുടെ അറ്റൻഡൻസ് ഒക്കെ ഇമ്പ്രൂവ് ആയി, പോസിറ്റീവ് എഫക്ട്സ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, പാവപ്പെട്ട കുട്ടികളും പണക്കാരും പഠിക്കുന്ന സ്കൂളിൽ വരുന്ന ഡിഫറൻസസ്. നല്ല വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ ആണ് റിച്ച് ആയിട്ടുള്ള കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്നാൽ സാധാരണ ഒരു സ്കൂളിലായിരിക്കും പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഡിഫറൻസസ് ഒക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട്. Even today, there are several schools in the country in which Dalit children are discriminated against and treated unequally. ഇപ്പോൾ നോർത്തേൺ സ്റ്റേറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നും ഈ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വാർത്തയിലൊക്കെ വരാറുണ്ട്. ഈ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട് അല്ലെ. ദലിത് ചിൽഡ്രൻ ആണ് ഏറ്റവും കൂടുതൽ ഈ ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യുന്നത്. അതൊക്കെ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. These children are forced into unequal situations in which their dignity is not respected. അപ്പോൾ അവരുടെ അന്തസ്സിന് കോട്ടം വരുത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇനീക്വാലിറ്റിയുടെ ഭാഗമാണ്. This is because people refuse to think of them as equal even though the law requires it. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അല്ലെ എല്ലാവരും ഈക്വലായിട്ട് കാണണം എന്നൊക്കെയുണ്ട്. എന്നാലും ചില ആളുകൾക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് കാരണമാണ് ഈ ഡിഫറൻസസ് ഒക്കെ നിലനിൽക്കുന്നത്. One of the main reasons for this is that attitudes change very slowly. ആളുകളുടെ ആ ഒരു അവരുടെ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറിയെടുക്കാനായിട്ട് നല്ല ടൈം എടുക്കും. ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ മുതിർന്ന ആൾക്കാർ അവർ കുറേ വർഷങ്ങളായിട്ട് അതേ രീതിയിൽ ജീവിച്ചു വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം മാറ്റാൻ പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. അപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് മാറുന്നത്. Even though persons are aware that discrimination is against the law, they continue to treat people unequally on the basis of their caste, religion, disability, economic status and because they are women. അപ്പോൾ ഇനീക്വാലിറ്റി ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി, എന്നാലും ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ റിലീജിയൻ ബേസ്ഡ്, അവരുടെ കാസ്റ്റ് ബേസ്ഡ്, അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് എന്തുമാത്രം പണം ഉണ്ടായോ, നിനക്ക് പണമില്ലല്ലോ, ആ ഒരു രീതിയിലൊക്കെ ആൾക്കാരെ കളിയാക്കുക. അല്ലെങ്കിൽ അവർ സ്ത്രീകളാണല്ലോ, നിങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ, നിങ്ങൾക്ക് ഫാമിലി ടേക്ക് കെയർ ചെയ്യണം, അതിനിടയ്ക്ക് ഇവിടെ വന്നാൽ പണിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറുണ്ട്. It is only when people begin to believe that no one is inferior and that every person deserves to be treated with dignity that present attitudes can change. അപ്പം നമ്മുടെ ചിന്താഗതി മാറണം. അതായത് എല്ലാവരും തുല്യരാണെന്നുള്ള ആ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതേപോലെ തന്നെ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആയതുപോലെ തന്നെ നമ്മൾ മനസ്സുകൊണ്ടും അത് അക്സെപ്റ്റ് ചെയ്യണം. ആരും നമ്മളെക്കാൾ താഴ്ന്നവരല്ല, എല്ലാവർക്കും ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റിക്ക് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ചെയ്യുക. Establishing equality in a democratic society is a continuous struggle and one in which individuals as well as various communities in India contribute to, and you will read more about this in this book. അപ്പം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ മാറ്റിയത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓരോ കമ്മ്യൂണിറ്റീസും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അങ്ങോട്ട് പഠിക്കുന്നതാണ്.
നെക്സ്റ്റ് പോർഷൻ ഇഷ്യൂസ് ഓഫ് ഇക്വാലിറ്റി ഇൻ അതർ ഡെമോക്രസീസ്. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ, ഇന്ത്യയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി മറ്റ് ഡെമോക്രാറ്റിക് കൺട്രീസിൽ എങ്ങനെയാണ്, ഇക്വാലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. You are probably wondering whether India is the only democratic country in which there is inequality and where the struggle for equality continues to exist. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഈ ഇനീക്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതോ മറ്റു രാജ്യങ്ങളിലും ഉണ്ടോ? ഇപ്പോഴും ഈക്വാലിറ്റിക്ക് വേണ്ടുന്ന സ്ട്രഗിളൊക്കെ നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ, അതോ ബാക്കി സ്ഥലങ്ങളിലും ബാക്കി ഡെമോക്രാറ്റിക് കൺട്രീസിലും ഇത് തന്നെയാണോ അവസ്ഥ, അല്ലെ? അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് നമ്മുടെ മനസ്സിൽ ഉണ്ട്. The truth is that in many democratic countries around the world, the issue of equality continues to be the key issue around which communities struggle. അപ്പം സത്യം എന്താണെന്ന് വെച്ചാൽ മിക്ക ഡെമോക്രാറ്റിക് കൺട്രീസിലും ഇനീക്വാലിറ്റി വളരെ വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിളും അല്ലെ പോരാട്ടങ്ങളും ഒക്കെ നടന്നുകൊണ്ടും ഇരിക്കുകയാണ്. So for example, in the United States of America, the African American whose ancestors were the slaves who were brought over from Africa continue to describe their lives today as largely unequal. ഇപ്പം USA കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ആഫ്രിക്കൻ അമേരിക്കൻസിന് ഇനീക്വാലിറ്റി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് അവർ ആഫ്രിക്കയിൽ നിന്ന്, അവരെ ഒറിജിൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ്, അവിടെ നിന്ന് അവരെ സ്ലേവ്സ് ആയിട്ട്, അതായത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇവരാകുമ്പം അധികം കൂലിയൊന്നും കൊടുക്കാണ്ട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു അടിമപ്പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവരെ സ്ലേവ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ രാജ്യത്ത് വന്ന് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത്, ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്, എന്നാൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്ന ആൾക്കാരാണ് ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇനീക്വാലിറ്റീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മുടെ രാജ്യത്ത് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇനീക്വാലിറ്റി ആയിരുന്നു ഏറ്റവും കൂടുതൽ നിന്നതെങ്കിൽ അവിടെ റേസ് ബേസ്ഡ് അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസ് ആയിരുന്നു നിലനിന്നിരുന്നത്. This despite the fact that there was a movement in late 1950s to push the equal rights for African Americans. അതായത് ആഫ്രിക്കൻ അമേരിക്കൻസും ഈക്വൽ ആണ്, ആ രീതിയിലുള്ള കുറേ മൂവ്മെൻറ്റ്സ് ഒക്കെ 1950 ശേഷമാണ് സ്റ്റാർട്ട് ആവുന്നത്. അതായത് അവരുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 1950-ലാണ്. Prior to this, African Americans were treated extremely unequally in the United States and they need equality through law. അതിന് മുന്നേ ആഫ്രിക്കൻ അമേരിക്കൻസിന് ഇക്വാലിറ്റി എന്ന് പറയുന്നൊരു കാര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ ഒരുപാട് രീതിയിൽ അവരെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, അല്ലെ അവരുടെ ഡിഗ്നിറ്റിക്ക് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് നിയമം എന്ന് പറയുന്ന തുല്യമായിട്ടുള്ള നിയമമായിരുന്നില്ല അവർക്ക് ലഭിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ ട്രാവലിംഗ് ബൈ ബസ്, they either had to sit at the back of the bus or get up from their seat whenever a white person wished to sit. അതായത് ഇപ്പോൾ അവരൊരു ബസ്സിൽ യാത്ര ചെയ്യുക, ഒന്നെങ്കിൽ അവർ പിന്നിലത്തെ സീറ്റിലിരിക്കുക, അല്ലാന്നാണെങ്കിൽ ഒരു വെള്ളക്കാരൻ കയറി വരുമ്പോഴത്തേക്കിനും അവർ എഴുന്നേറ്റ് ആ സീറ്റ് കൊടുക്കണം. അങ്ങനെയാണോ? നമ്മളെല്ലാവരും ബസ്സിൽ കയറുന്നത് എങ്ങനെയാണ്? ഫെയർ കൊടുത്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ആ ബസ് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റണം, അല്ലേ? അല്ലാണ്ട് ഒരു വൈറ്റ് മെൻ വരുമ്പോഴത്തേക്കിന് അയാൾക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇനീക്വാലിറ്റിയാണ്. Rosa Parks was an African American woman. Tired from a long day at work, she refused to give up her seat on bus to a white man on 1st December 1955. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അമേരിക്കയിലെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത്. ഇപ്പം റോസ പാർക്സ് എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വിമൻ ആയിരുന്നു. അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വളരെയധികം ക്ഷീണിച്ച് ഇങ്ങനെ ബസ്സിലിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ഒരു വൈറ്റ് മെൻ കയറി വരുന്നത്. അയാൾ കയറി വന്നപ്പോഴത്തേക്കിനും ഇവർ സീറ്റ് കൊടുത്തില്ല. അത് ഈ സംഭവം ഉണ്ടായത് 1st December 1955-ലാണ്. അപ്പോൾ സീറ്റ് കൊടുക്കാണ്ട്, അവർ എഴുന്നേറ്റ് കൊടുക്കാണ്ട് അവിടെ തന്നെ ഇരുന്നു. Her refusal that day started a huge agitation against the unequal ways in which African Americans were treated and which came to be known as the Civil Rights Movement. അപ്പോൾ അവരന്ന് എഴുന്നേറ്റ് സീറ്റ് കൊടുക്കാണ്ട് അങ്ങനെ മാറിയിരുന്നപ്പോഴത്തേക്കിന് അത് കാരണം വലിയ പ്രശ്നമുണ്ടാവുകയും ആളുകൾക്കിടയിൽ എന്തൊരു ധിക്കാരാണ് ഈ സ്ത്രീ കാണിച്ചതെന്നൊക്കെ ചോദിച്ച് വൈറ്റ് മെൻ ആ പ്രശ്നമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കൻസ് പ്രോബ്ലം ഉണ്ടാക്കുന്നു. അതിനെതിരായിട്ട് ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് പ്രോബ്ലം ഉണ്ടാക്കി അങ്ങനെ ഒരു സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയുമായിരുന്നു. The Civil Rights Act of 1964 prohibited discrimination on the basis of
റേസ്, റിലീജിയൻ ഓർ നാഷണൽ ഒറിജിൻ. അപ്പോൾ അങ്ങനെ സിവിൽ റൈറ്റ്സ് ആക്ട് പ്രാബല്യത്തിൽ വരികയാണ്. അതിൻ്റെ ബേസിസിൽ അവർ ഏത് റിലീജിയനിൽ പെട്ടവരാണോ, അല്ലെങ്കിൽ അവരുടെ നിറം എങ്ങനെയാണോ, അല്ലെങ്കിൽ ഏത് ഗോത്രമാണോ, അല്ലെങ്കിൽ അവർ ഏത് രാജ്യത്ത് നിന്ന് വന്നോ, അങ്ങനെയുള്ള രീതിയിൽ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം പ്രാബല്യത്തിൽ വരികയാണ്. It also stated that all schools would be open to African American children and that they would no longer have to attend separate schools specially set up for them. അതേപോലെ തന്നെ സ്കൂളിങ്സ് നേരത്തെ ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് ആഫ്രിക്കൻ അമേരിക്കൻസിന് ഒരു സ്കൂള്, അമേരിക്ക സ്റ്റുഡൻസിന് വേറെ സ്കൂൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് അപ്പോൾ തന്നെ അറിയാമല്ലോ അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതേപോലെ ഡിഫറെൻറ്റും ആയിരിക്കും. അപ്പം ആ പറയുന്ന ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ഒരേപോലെ സ്കൂളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഈ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നു. However, despite this, a majority of African Americans continue to be among the poorest in the country. എന്നാലും ആ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻസ് ഇന്നും ആ ലിസ്റ്റിൽ തന്നെ ആണ്. Most African American children can only afford to attend government schools that have fewer facilities and poorly qualified teachers as compared to white students who either go to private schools or live in areas where the government schools are highly rated as private schools. അപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല. കാരണം അവർ പുവർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഗവൺമെൻറ് സ്കൂളിൽ തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസ് വളരെ മോശമാണ്, അല്ല ഫെസിലിറ്റീസൊക്കെ കുറവാണ്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സൊന്നും അധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന പോലെ അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ആ രീതിയിൽ പാവപ്പെട്ടവർ പണക്കാർ എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസൊക്കെ അമേരിക്കയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആളുകളെ അവരുടെ ഒറിജിൻ്റെ ബേസിസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനൊരു നിയമം ഇന്നും അവിടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ എത്തിയിരിക്കുകയാണ്, ചലഞ്ച് ഓഫ് ഡെമോക്രസി. നോ കൺട്രി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ബീയിങ് കംപ്ലീറ്റ്ലി ഡെമോക്രാറ്റിക്. ഒരു രാജ്യവും കംപ്ലീറ്റ് ആയിട്ടല്ല, പൂർണ്ണമായിട്ട് ജനാധിപത്യ രാജ്യമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. There are always communities and individuals trying to expand the idea of democracy and push for a greater recognition of equality on existing as well as new issues. അപ്പോൾ ഇപ്പോഴും ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഓരോരോ കമ്മ്യൂണിറ്റീസിനിടയിൽ ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. Central to this is the struggle for the recognition of all persons as equal and for the dignity to be maintained. അപ്പോൾ എല്ലാവരും ഈക്വലായിട്ട് കാണുക, എല്ലാവരുടെയും ഡിഗ്നിറ്റി റെസ്പെക്റ്റ് ചെയ്യുക, ഇത്രേ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിനെയാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി. In this book, you will read about how this issue of equality affects various aspects of our daily lives in democratic India. അപ്പോൾ എങ്ങനെയാണ് ഈക്വാലിറ്റി കാരണം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്, അതേപോലെ തന്നെ ആ ഇഷ്യൂസ് കാരണം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. As you read these chapters, think about whether the equality of all persons and their being able to maintain their dignity is upheld. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാകും. അതേപോലെ തന്നെ അവരവരുടെ ഡിഗ്നിറ്റി അപ്ഹെൽഡ് ചെയ്തുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സമൂഹത്തിലേക്ക് വരുത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തീരുമ്പോഴത്തേക്കിന് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നു. ചാപ്റ്ററൊക്കെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ടൈമിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പം കൂടുതലായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് പഠിപ്പിക്കാമല്ലോ. ഇതാവുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് വരും. ട്യൂഷൻ ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂഷൻ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് സമയമൊന്നും കളയണ്ട. കാരണം ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ദിവസമായി. ട്യൂഷൻ ക്ലാസ്സൊക്കെ നമ്മൾ ജൂൺ 1 തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ട്യൂഷൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാം.